ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാലേ ഈ ബാഹുബലി സിനിമയിലുണ്ട്. ബാഹുബലി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. ആ മൂപ്പര് നാട്ടുകാരെ അടുത്ത് പോയി താമസിക്കും. അപ്പോൾ നാട്ടുകാർ പറയും, ആ ദൈവം ഞങ്ങളുടെ കൂടെ വന്നേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. പക്ഷെ ബാഹുബലി അവിടെ പോയിട്ട് കോട്ട ഉണ്ടാക്കുക, വീടുണ്ടാക്കുക, കുട്ടിക്ക് പിന്നെ അക്ഷരജ്ഞാനം പകർന്നു നൽകുക, അമ്പ ചെയ്യാൻ പഠിപ്പിക്കുക, ഇതൊക്കെ ബാഹുബലിന്റെ പരിപാടി. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം വെച്ചാൽ മൂപ്പരെ വിചാരം ഇപ്പോഴും മൂപ്പരെ വാപ്പയും വല്യാപ്പയും ചെയ്ത പോലെ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി പൊറാട്ടയും എരുമപ്പാലിന്റെ ചായ, അവിടെ എരുമപ്പാലിന്റെ ചായയാണ് ഫേമസ്. നിങ്ങൾ പണ്ട് മനോരമയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, രാജീവ് ഗാന്ധി എരുമപ്പാലിന്റെ ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ഈ പറഞ്ഞ ബാഹുബലി നമ്മളെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധിക്ക് വോട്ട് ചെയ്ത പോലെ ചെയ്യുമെന്നാണ് മൂപ്പരെ തെറ്റിദ്ധാരണ. അന്ന് അതൊക്കെ നടക്കുകയായിരുന്നു. ഇത് ബാഹുബലിനെ പോലെ അവിടെ നാട്ടിൽ ഫുൾ ടൈം ഇറങ്ങി അവിടെ ഈ പറഞ്ഞ ഈ സ്മൃതി ഇറാനി വലിയ ഈ AK-200 എന്ന് തോന്നുന്നത്, AK-47 വേരിയേഷൻ, ആ തോക്കുകൾ ഉണ്ടാക്കുന്ന പുതിയ ഫാക്ടറിയൊക്കെ അവിടെ തുടങ്ങിയത്. അവർ ഫുൾ ടൈം മണ്ഡലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ കിടന്ന് കളിച്ച പോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട്